നമസ്കാരം. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായ വാഗമണ്ണിൽ വീണ്ടും നടുക്കുന്ന വൻ അപകടം. വാഗമൺ കോട്ടമലയിൽ ടൂറിസ്റ്റുകളുമായി പോയ സഫാരി ജീപ്പ് നിയന്ത്രണം വിട്ട് 60 അടി താഴ്ചയുള്ള ആഴമേറി കൊക്കയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നും വാഗമൺ സന്ദർശിക്കാൻ എത്തിയ വിനോദസഞ്ചാര സംഘമാണ് ഈ ദാരുണമായ അപകടത്തിൽപ്പെട്ടത്. കുവലയേറ്റത്ത് നിന്നും കോട്ടമലയിലേക്ക് പോകുന്ന അതീവ ദുർഘടമായ വഴിയിലാണ് അപകടം സംഭവിച്ചത്. വണ്ടി ഓടിക്കുന്നതിനിടയിൽ ജീപ്പ് ഡ്രൈവർക്ക് പെട്ടെന്ന് അമിതമായി വിയർക്കുകയും കടുത്ത ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയുമായിരുന്നു. തുടർന്ന് പെട്ടെന്ന് തന്നെ ബോധം നഷ്ടപ്പെട്ട ഡ്രൈവർ വണ്ടിയുടെ സ്റ്റിയറിംഗിലേക്ക് കമിഴ്ന്നു വീഴുകയായിരുന്നു എന്നാണ് പുറത്തുനിന്ന് വരുന്ന വിവരങ്ങൾ. ഇതോടെ പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് റോഡരികിലെ സംരക്ഷണ ഭിത്തിയില്ലാത്ത ആഴമേറിയ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ജീപ്പ് ഡ്രൈവറും കോട്ടമല സ്വദേശിയുമായ രാജേഷിനെ കാലിലെ മസിൽ മുറിഞ്ഞതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന കോയമ്പത്തൂർ സ്വദേശികളായ ഗോപിനാഥ്, നിശാന്ത്, സെന്തിൽ എന്നിവരെ സാരമായ പരിക്കുകളോടെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാൻഡിലിരുന്ന് ഒരു പുള്ളി കോട്ടമലയ്ക്ക് ഓട്ടം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഫോൺ വിളിക്കുകയില്ല, ഫോൺ വിളിച്ചിങ്ങനെ വണ്ടി മറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആൾക്കാർ 2 ഓട്ടമായിട്ട് വന്ന് ഗസ്റ്റായിരുന്നു, ഈ കോയമ്പത്തൂരുകാരും കണ്ടാണ്, തമിഴ്ക്കാരാണ്. അവർ വന്ന് ഞങ്ങൾ ഓട്ടോയിൽ കയറ്റി 2 ഓട്ടോയിലായിട്ട് 4 പേരെ കൊണ്ടുപോയി. പിന്നെ ഡ്രൈവറെ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. ഡ്രൈവറെ പിന്നെ ഇവർ വണ്ടിയുടെ പടുത കീറിയെടുത്ത് കയറ് കയറ്റി മേളിൽ കയറ്റി ഒരു ജീപ്പിന് കൊണ്ട് ആക്കുമായിരുന്നത്. ഇവിടെ വളവട്ടിലൊരു ക്ലിനിക്കിലാണ് കൊണ്ടുപോയത്. അവിടുന്ന് പിന്നെ സൺറൈസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വാഗമണിലെ സ്വകാര്യ റിസോർട്ടിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്ന തമിഴ്നാട് സ്വദേശികളായ ഈ സംഘം കോട്ടമല ഭാഗത്തേക്ക് ട്രെക്കിങ്ങിനായി പോയതായിരുന്നു. നിരന്തരമായി വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന കടുത്ത അപകട മേഖലയാണിത്. കുത്തനെയുള്ള വലിയ വളവുകളും അപകടകരമായ തിരിവുകളും നിറഞ്ഞ ഇവിടുത്തെ റോഡുകൾ ഇപ്പോൾ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് കിടക്കുന്നത്. റോഡിന്റെ ഒരു വശത്ത് യാതൊരുവിധ സംരക്ഷണ ഭിത്തിയുമില്ലാത്ത ആഴമേറിയ കൊക്കയായതിനാൽ യാത്രക്കാർ വലിയ ജീവഭീഷണിയോടുകൂടിയാണ് ഈ ഭാഗത്ത് എപ്പോഴും യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വാഗമണിലെ സഫാരി ജീപ്പുകളുടെ അനിയന്ത്രിതമായ ഓട്ടത്തെക്കുറിച്ചും ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശിക MLA ഔദ്യോഗികമായ അറിയിപ്പ് നൽകിയിരുന്നു. വാഗമണിൽ വിനോദസഞ്ചാരികളുമായി പായുന്ന സഫാരി ജീപ്പുകളുടെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും നാട്ടുകാരുടെ ജനജീവിതം വലിയ രീതിയിൽ ദുസ്സഹമാക്കുന്നുണ്ട്. മുൻപ് മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഈ വിഷയത്തിൽ കർശനമായി ഇടപെട്ടിട്ടും വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയോ വേഗ നിയന്ത്രണമോ കൃത്യമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വീതി കുറഞ്ഞ റോഡുകളിലൂടെയുള്ള ഇത്തരം ജീപ്പുകളുടെ മരണപ്പാച്ചിലിനെതിരെ നാട്ടുകാരിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. മഴക്കാലം കൂടിയായതോടെ റോഡിലെ ചെളിവെള്ളം അതിവേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ കാൽനട യാത്രക്കാരുടെയും ഇരുചക്ര വാഹനക്കാരുടെയും ദേഹത്തേക്ക് തെറിപ്പിക്കുന്നതും ഇവിടെ സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച വിനോദസഞ്ചാരികൾക്ക് പ്രകൃതി ഭംഗി കാണിച്ചു കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടൊരു ജീപ്പ് ഇടിച്ച നാട്ടുകാരന്റെ കാർ പൂർണ്ണമായും തകർന്നിരുന്നു. മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇതിനെതിരെ കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. നിയമലംഘകർക്കെതിരെ പോലീസ് നടപടിയെടുക്കുമ്പോൾ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ വഴിവിട്ട് ഇടപെടുന്നതാണ് ഇതിന് കാരണമെന്ന് പോലീസ് രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. അതേസമയം വാഗമൺ ടൂറിസം മേഖലയിലെ ട്രാഫിക് നിയമങ്ങൾ ഇനി ഒട്ടും വെച്ചു പൊറുപ്പിക്കില്ലെന്നും അത് കർശനമാക്കുമെന്നും അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA അറിയിച്ചു. ട്രാഫിക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും പഞ്ചായത്ത്, മോട്ടോർ വാഹന വകുപ്പും ടൂറിസം വകുപ്പും പോലീസും സംയുക്തമായി അടിയന്തര യോഗം ചേർന്ന് ഉടനടി പരിഹാരം കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതിനു തൊട്ടു പിന്നാലെയാണ് നാടിനെ നടുക്കിയ പുതിയ അപകട വാർത്തയും പുറത്തുവരുന്നത്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ കടുത്ത പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് സൂചന.